ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. ഇപ്പോൾ നീറ്റിനും ജെഇനും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരുപാട് ആൾക്കാർക്ക് സംശയമുള്ള കാര്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. എങ്ങനെയാണ് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. അപ്പോൾ നീറ്റിനും ജെഇനും എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താക്കണം, പഠിക്കുന്ന സമയത്ത് ആ പഠിപ്പിക്കുന്ന കാര്യം കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. പിന്നെ ആ കാര്യം പറ്റുമെങ്കിൽ മെമ്മറൈസും ചെയ്യണം. പറ്റുമെങ്കിൽ എന്നുള്ള കാര്യം എന്തുകൊണ്ടാണെന്നുള്ള പറയുന്ന കാര്യം പിന്നെ മനസ്സിലാവും. അപ്പോൾ മനസ്സിലാക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ വി ഈസിക്കൽ യു പ്ലസ് എ ടി അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തത്, ഡെൽറ്റ എക്സിക്കൽ യു ടി പ്ലസ് ഹാഫ് എ ഡെൽറ്റ ടി സ്ക്വയർ അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു നല്ല ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പഠിപ്പിക്കും. പക്ഷെ എന്നാലും ടീച്ചർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം പറ്റുമെങ്കിൽ ഒരു ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യണം. ടീച്ചർമാരുടെ കൂടെ തന്നെ ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ജെഇക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് സെൻഗേജ് ബി എം ശർമ്മൻ്റെ ഫിസിക്സിൻ്റെ ബുക്ക് നോക്കാം. അതേപോലെ നമ്മുടെ ഫിസിക്സിനാണെങ്കിൽ നീറ്റ് ഫിസിക്സിനാണെങ്കിൽ എറർലെസ് ഫിസിക്സ് USS ആ ബുക്ക് നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അതിലൊക്കെ നോക്കിയാൽ നിങ്ങൾ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ അതിനൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ഇനി ഈ ചാപ്റ്റർ ചോദിക്കാവുന്ന ചോദ്യം ഈ തിയറിയിൽ നിന്നേ ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ച് ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ച്, അപ്പം ഇനി വരാൻ പോകുന്ന ഏത് ചോദ്യവും, ഏത് നാട്ടിലത്തെ ഏതൊരാൾ ഇടുന്ന ചോദ്യവും ഈ തിയറിയിൽ നിന്നേ ചോദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. അതായത് ചോദ്യം ഫ്രെയിം ചെയ്യാൻ പറ്റില്ല, ഇതിനേ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അതൊരു കോൺഫിഡൻസ് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യും. രണ്ടാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം. 3 ടൈപ്പ് പ്രോബ്ലംസേ ഉള്ളൂ. ഒന്നാമത്തെ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ നമുക്ക് കിട്ടുന്നു, നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു. ഉദാഹരണത്തിന് C ഈസിക്കൽ A ഇൻറ്റു B, എൻ്റെ വാല്യൂ 2, ബിൻ്റെ വാല്യൂ 3, 2 × 3 6, അങ്ങനെയാണ് സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ചോദ്യം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്താണ്, നമ്മൾ ചെയ്ത് നോക്കി പക്ഷെ നമുക്ക് കിട്ടുന്നില്ല, പക്ഷെ നമ്മൾ സൊല്യൂഷൻ നോക്കി പക്ഷെ മനസ്സിലാവുന്നുണ്ട്. സൊല്യൂഷൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സൊല്യൂഷൻ നോക്കി മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകരുത്. പകരം നിങ്ങൾ എന്താക്കണം, ആ ക്വസ്റ്റ്യൻ ഒന്ന് റിവ്യൂ ചെയ്യണം. എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ ഒറ്റയ്ക്ക് ചെയ്തപ്പോൾ കിട്ടിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. രണ്ടാമത് നിങ്ങൾ എന്താക്കണം, അടുത്ത പ്രാവശ്യം ഇങ്ങനെ സ്റ്റക്ക് ആവാതിരിക്കാൻ, സൊല്യൂഷൻ കിട്ടാതാവാതിരിക്കാൻ എന്ത് ചെയ്യണം, അതായത് അടുത്ത പ്രാവശ്യം സൊല്യൂഷൻ കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ചിലപ്പോൾ അത് ഒരു മാത്തമെറ്റിക്കൽ കാര്യമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ആ മാത്തമെറ്റിക്കൽ കാര്യം നിങ്ങൾ കുറച്ചും കൂടി വൃത്തിയിലൊന്ന് പഠിക്കണം എന്നുള്ളൊരു നോട്ടായിട്ട് എവിടെയെങ്കിലും എഴുതി വെക്കണം. അല്ലെങ്കിൽ ആ ക്വസ്റ്റിൻ്റെ സൈഡിൽ തന്നെ ഈ മാത്തമെറ്റിക്കൽ ഭാഗമുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടാതാവുമ്പോൾ, ഏതെങ്കിലും ക്വസ്റ്റ്യൻ സൊല്യൂഷൻ നോക്കി മനസ്സിലാവുമ്പോൾ എന്തുകൊണ്ടാണ് കിട്ടാത്തത് എന്നുള്ള കാര്യം ആ ക്വസ്റ്റിൻ്റെ സൈഡിൽ തന്നെ എഴുതി വെക്കാം. ഇതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം അത് റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് എളുപ്പമാക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്, മൂന്നാമത്തെ ടൈപ്പ് പ്രോബ്ലം എന്താണ്, നിങ്ങൾ സൊല്യൂഷൻ വായിച്ച് എന്നിട്ടും അത് മനസ്സിലാവില്ല. അത് ചില സമയത്ത് എന്താവും, നമ്മൾ ഒരു സൊല്യൂഷൻ വായിക്കുമ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് പിന്നെ വേറൊരു സ്റ്റെപ്പിലേക്ക് പോകും. ഇതെവിടുന്നാണ് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെ പോയത്, എങ്ങനെ ആക്കിയിട്ടൊരു പിടുത്തം ഉണ്ടാവില്ല. അപ്പോൾ നോക്കുമ്പോൾ 5-6 സ്റ്റെപ്പ് മുണിങ്ങിണ്ടാവും. അതിന് ശേഷമാണ് ഇവിടുന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത്. അപ്പം അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വരില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിൽ ടൈപ്പ് ചെയ്യാം. അതായത് ഈ ക്വസ്റ്റ്യൻ ഗൂഗിളിലാണ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ മിക്കവാറും ഗൂഗിളിലുണ്ടാവും. ഇനി ഗൂഗിളിൽ നോക്കിയിട്ട് ചിലപ്പോൾ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ ടെക്സ്റ്റ് സൊല്യൂഷൻ ഉണ്ടാവും. അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കാം. കുറേ സാറന്മാർ കുറേ സൊല്യൂഷൻസ് ഇട്ടുണ്ടാവും. ഇനി അതും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടീച്ചർമാരോട് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, വെറുതെ നിങ്ങളുടെ സമയം നിങ്ങൾ കളയരുത്. ടീച്ചർമാർ ചോദിക്കുമ്പോൾ അവർ ഒരുമാതിരി ഡിമാൻഡ് ഇടും. പിന്നെ അവർ കുറേ ആൾക്കാർ ചോദിക്കാൻ നിൽക്കുന്നുണ്ടാവും. വെറുതെ എന്തിനാണ് നമ്മൾ സമയം കളയുന്നത്. നിങ്ങൾ എന്താക്കുക, ആദ്യം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പിന്നെ ടീച്ചർമാരെ വെറുപ്പിച്ച് കൈമ കൊടുക്കുക, ഉത്തരം ഇങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം പറയാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ കോച്ചിങ്ങിനൊക്കെ പോകണം. അല്ലെങ്കിൽ വെറുതെ കോച്ചിങ്ങിന് പോകണല്ലോ. കോച്ചിങ്ങിന് പോകണം എന്തിനാണ്, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ പിന്നെ കുറച്ച് ടിപ്സ് പറയാനുള്ളത്, എപ്പോഴെങ്കിലും നിങ്ങൾ സ്റ്റക്ക് ആവുന്ന സമയത്ത് നിങ്ങൾ എന്താക്കണം, ഈ പഠിച്ച തിയറിയൊക്കെ ഒന്ന് സ്കാൻ ചെയ്യണം. ഇപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാണ് പഠിച്ചത്. ഇക്വേഷൻസ് ഓഫ് മോഷനിൽ എന്തൊക്കെ നമ്മൾ സ്റ്റക്കായി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ഇതിനും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന് നമുക്ക് അറിയില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തൊക്കെ ചെയ്ത്
പിന്നെ അവിടെ എന്താ ചെയ്യേണ്ടത് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ എന്താക്കണം, സ്കാൻ ചെയ്യണം, തിയറി സ്കാൻ ചെയ്യണം. ഓക്കെ, ഇക്വേഷൻ മോഷനിൽ എന്താ നമ്മൾ ആദ്യം പഠിച്ചത്, വി സി യു പ്ലസ് ആയിട്ട് അത് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇവിടെ വി തന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷൻ എന്താ, ഡെൽറ്റ എക്സ് യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ, അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. വി സ്ക്വയർ മാച്ച് യു സ്ക്വയർ ടു ഡെൽറ്റ എക്സ്, അത് അപ്ലൈ ചെയ്യാലോ, ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ തിയറി ഒന്ന് സ്കാൻ ചെയ്യാം. ഓക്കെ, ഈ ഭാഗം നമുക്ക് അപ്ലൈ ചെയ്യാലോ, അങ്ങനെ അപ്ലൈ ചെയ്യണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്താണ്, ഈ ചില ക്വസ്റ്റ്യൻ്റെ ഐഡിയാസ് ഉണ്ടാവും, അത് മെമ്മറൈസ് ചെയ്യണം. അതായത് ഇപ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻ വായിച്ചിട്ട് മനസ്സിലായി, അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനൊരു ഐഡിയ ഉണ്ട്, ഈ ഐഡിയ ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയും. എക്സാമ്പിളായിട്ട് ഇപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് കൊളൈഡ് ചെയ്യണം. കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്, അത് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പൊസിഷൻ സെയിം ആണ്. അത് ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എളുപ്പമാക്കും. രണ്ട് ഒബ്ജക്റ്റ് കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ആ സമയത്ത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ അതൊരു ഐഡിയ ആണ്. അതേപോലെ കുറേ ഐഡിയാസ് ഉണ്ട് ഫിസിക്സിൽ, അത് പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ആ ഐഡിയാസ് ഒന്നും ക്ലാസ്സിൽ പറയണമെന്നില്ല, അത് തിയറി അല്ല, അത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡിയാസാണ്. അപ്പോൾ ആ ഐഡിയാസ് നിങ്ങൾ എന്താക്കണം, മെമ്മറൈസ് ചെയ്യണം. അത് ആ ടൈപ്പ് പ്രോബ്ലംസ് കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് തലയിൽ കത്തണം. ഓക്കെ, ഈ ഐഡിയ വെച്ചിട്ടാണ് കൊളീഷൻ എന്ന് പറയുമ്പോൾ അത് ഒരേ പൊസിഷനിൽ വരുമ്പോൾ ഒരേ സമയത്ത് അതിന് ഒരേ പൊസിഷനിൽ വരും കൊളൈഡ് ചെയ്യുന്ന സമയത്ത്. ആ ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ആ ഐഡിയാസൊക്കെ നിങ്ങളുടെ തലയിലുണ്ടാവണം. ആദ്യം നിങ്ങൾ തിയറി ഒന്ന് സ്കാൻ ചെയ്തതിനു ശേഷം പിന്നെ ഏതെങ്കിലും നിങ്ങൾ പഠിച്ച ഏതെങ്കിലും ഐഡിയ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് സ്കാൻ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താക്കണം, മൂന്നാമത്തെ കാര്യം ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം. അതായത് നിങ്ങൾ പഠിച്ച ഐഡിയാസും നിങ്ങൾ പഠിച്ച ഇക്വേഷൻസും നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ക്വസ്റ്റ്യൻസിന് വെറുതെ എങ്ങനെ സമയം കളയരുത്, ഭയങ്കര നീട്ടി വലിച്ച് ചെയ്തിട്ട് ചിത്രം ഒന്ന് വരച്ചാൽ മതി. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചിത്രം വരച്ചിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്നില്ലല്ലോ, ബുക്കായിട്ടൊന്നും പബ്ലിഷ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ചെറുതായിട്ട് ഷോർട്ട് നോട്ട് ചെയ്താൽ അത് എത്ര പേജ് ഉണ്ടാവും സാർ? അത് 2 പേജ് ഉണ്ടാവും മാക്സിമം, അതിൻ്റെ അപ്പുറത്ത് വരാൻ പാടില്ല. 2 പേജിനേക്കാളും കൂടുതൽ എന്നാൽ എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളി. ഓക്കെ, അപ്പോൾ വളരെ ചെറുതാക്കിയിട്ട് വേണം ആ കാര്യങ്ങളൊക്കെ എഴുതാനും ആ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് റിവ്യൂ ചെയ്യണം. ഇനി നിങ്ങൾ എന്താക്കണം, ഇങ്ങനെ ഇപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കി കിട്ടുന്നുണ്ട്, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്യണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സൊല്യൂഷൻ വായിച്ചാൽ മനസ്സിലായി, അപ്പോൾ നിങ്ങൾ എന്താക്കണം, ഇങ്ങനൊരു മാർക്കിംഗ് ആയിട്ട് ഇടണം. അതായത് എനിക്ക് സൊല്യൂഷൻ വായിച്ചാൽ മനസ്സിലായ ക്വസ്റ്റ്യനാണ് എന്നുള്ളത് ഉള്ളൊരു മാർക്കിങ്. ഈ ക്വസ്റ്റ്യൻ എന്താക്കി, ഇത് ക്വസ്റ്റ്യന് ഒന്നും വായിച്ചാൽ ഒന്നും മനസ്സിലാവുന്നില്ല, അത് സ്റ്റാർ ഇടണം. ഓക്കെ, പിന്നെ ഈ ക്വസ്റ്റ്യൻ എല്ലാത്തിൻ്റെ ഐഡിയാസ് വേണമെങ്കിൽ സൈഡിലാക്കി എഴുതി വെക്കണം. ഈ ഐഡിയ ആണ് ഇതിൽ ഉപയോഗിച്ചത്, ഈ ഐഡിയ ആണ് ഇതിൽ ഉപയോഗിച്ചത് മാർക്ക് ചെയ്ത് വെക്കണം. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ പിന്നെ അടുത്ത ടെസ്റ്റ് വരുന്ന സമയത്ത്, കോച്ചിങ്ങിൽ അടുത്ത ടെസ്റ്റ് വരുന്ന നിങ്ങൾ എന്താക്കണം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കണം റിവ്യൂ ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ റിവ്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് അറിയാം, സിമ്പിളാണ്. 2-3 ഇങ്ങനെ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് മാത്രം റിവ്യൂ ചെയ്തിട്ട് പോകണം എക്സാമിൽ. ഇങ്ങനെയാണ് നിങ്ങൾ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ അല്ലാതെ ഭയങ്കര ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അപ്രോച്ച് ഒന്നും ഇല്ല നമുക്ക്. ഓക്കെ, ഇങ്ങനെയേ പഠിക്കാൻ പറ്റുള്ളൂ. ഏത് ഗുദാമിൽ നിന്ന് വന്ന മനുഷ്യനാണെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ എങ്ങനെ ചെയ്യാൻ പറ്റുകയാണ്? അപ്പോൾ അത് നിങ്ങളൊരു ബോധം ഉണ്ടാവണം. അത് ഏത് പാവപ്പെട്ടവനാണെങ്കിലും ഏത് പൈസക്കാരനാണെങ്കിലും ഇങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറേ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുമ്പോൾ വെറുതെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ പോലല്ല, പകരം ചെയ്തിട്ട് ഇത് എന്തുകൊണ്ട് എനിക്ക് കിട്ടിയില്ല, ഇനി കിട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ചാണ് ചെയ്യാൻ. ഇപ്പോൾ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞത് നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞുതരാൻ പറ്റില്ല. എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ചിന്ത നിങ്ങൾ കോൺഷ്യസ്ലി എഫേർട്ട് ഇട്ടിട്ട് ആ ചിന്ത ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഉണ്ടാക്കണം. ഇതാണ് ചെയ്യേണ്ടത്. എന്ത് തേങ്ങ വെച്ചാൽ തിയറി എന്നേ ചോദിക്കാൻ പറ്റുള്ളൂ. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ തിയറി ഒന്ന് ഇതാക്കാം. ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പഠിച്ച വേറെ ക്വസ്റ്റ്യൻസുമായിട്ട് എന്തെങ്കിലും സാമ്യം ഉണ്ടോ നോക്കാം. എന്നിട്ടും നിങ്ങൾക്ക് സമയം പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കാം. എന്തായാലും ഗൂഗിൾ കോപ്പി പേസ്റ്റ് ചെയ്യാനും പിന്നെ ടീച്ചർമാരെ ചോദിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി എന്താക്കണം, നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ട് നല്ല സുഖമായിട്ട് സന്തോഷം പാട്ടും പാടിയിട്ട് നല്ല മാർക്ക് ഇടുന്നതിൽ പഠിക്കണം. പാട്ടും പാടി പഠിക്കാൻ മക്കളെ ഒക്കെ ശരിയാവും. ജീവിതമല്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അവസാനം കുറച്ച് ഇപ്പോൾ ശരിയായില്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ശരിയാവും. കുറേ കൊല്ലം ഉണ്ടല്ലോ ജീവിതമാകുമ്പോൾ ശരിയാവടാ, വെറുതെ എന്നെ പഠിപ്പിക്കുക.